മുംബൈയിൽ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് നടന്നപ്പം നമുക്ക് ഭയങ്കര വിശപ്പായി. നമുക്ക് നല്ല നാടൻ കേരള ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലത്ത് പോവാം എന്ന് പ്ലാൻ ചെയ്താണ് നമ്മളിങ്ങനെ ദ ടേസ്റ്റ് ഓഫ് കേരള എന്ന റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയത്. ഇവിടെ നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന പോലെ തന്നെ നല്ല നാടൻ ബീഫും ലഭിക്കുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. മീൽസ്, ഫ്രൈഡ് റൈസ്, പൊറോട്ട, അപ്പം എന്നിങ്ങനെ പലവിധ ഐറ്റംസ് ആയിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഊണിൻ്റെ കൂടെ എപ്പോഴും ഒരു ചെറിയ മീൻ വറുത്തത് ലഭിച്ചാൽ വളരെ സന്തോഷമാണ്. അതുകൊണ്ട് മീൻ വറുത്ത് ഓർഡർ ചെയ്തു. പിന്നെ കുറച്ച് കണവക്കറിയും ഓർഡർ ചെയ്തു. അങ്ങനെ പലവിധ സാധനങ്ങൾ ഓർഡർ ചെയ്ത് നല്ല ലാവിഷായിട്ടൊരു സദ്യ തന്നെ കഴിച്ചു. ഈ കാണുന്നതാണ് ദ അംബാസിഡർ ഹോട്ടൽ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന ആ ഒരു സർക്കുലർ സംഭവം അതൊരു റെസ്റ്റോറൻ്റാണ്. അത് റിവോൾവിങ് റെസ്റ്റോറൻ്റാണ് എന്നാണ് കേൾക്കുന്നത്. അത് തിരിയുമെന്നാണ് പറയപ്പെടുന്നത്. ഞാനിതുവരെ തിരിഞ്ഞ് കണ്ടിട്ടില്ല. എപ്പോഴാണ് തിരിയുന്നത് എന്നും എനിക്കറിയില്ല. അതൊരു 4 സ്റ്റാർ ഹോട്ടലാണെന്നുണ്ടെങ്കിലും പുറത്തുനിന്നുള്ള ലുക്ക് കാണുമ്പോൾ, അതിൻ്റെ നശിച്ച പെയിൻറ്റിംഗ് ഒക്കെ കാണുമ്പോൾ എന്തേ ഇവരിത് മെയിൻറ്റെയിൻ ചെയ്യാത്തത് എന്നുള്ള ഒരു ആലോചന എൻ്റെ മനസ്സിലൂടെ പോയി. ഫുഡടി കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് മറൈൻ ഡ്രൈവിലേക്കാണ്. ഇവിടെ ഉള്ള കാഴ്ചകൾ ഒരുപാടുണ്ട് നമുക്ക് കാണാൻ. മറൈൻ ഡ്രൈവിലും നരിമാൻ പോയിൻറ്റിലൊക്കെ ഇവിടെ വന്നാൽ എല്ലാവരും നിർബന്ധമായിട്ട് പോയിരിക്കേണ്ട അല്ലെങ്കിൽ കഴിക്കേണ്ട ഒരു സംഭവമാണ് ഇവിടുത്തെ കെ റുസ്തം ആൻഡ് കമ്പനി എന്ന ഐസ്ക്രീം പാർലറിൽ നിന്നുള്ള ഐസ്ക്രീം. വേഫർ ഷീറ്റുകൾക്കിടയിൽ ഐസ്ക്രീം ബാർ എന്ന നിലയിലാണ് നമ്മൾ ഓർഡർ ചെയ്യുന്ന ആ ഒരു ഫ്ലേവറിലുള്ള ഏത് ഐസ്ക്രീമും നമുക്ക് ലഭിക്കുക. എന്നിട്ട് അത് നമ്മൾ കടിച്ച് കഴിക്കണം. നിങ്ങൾക്കില്ലല്ലോ. നിങ്ങൾ നോക്കിയിരിക്കും, ഞങ്ങൾ പറഞ്ഞുതരാം. സാൻഡ്വിച്ച് ഫ്ലേവർ ഒക്കെ പറയേ, അല്ലെങ്കിൽ പിന്നെ കുറച്ച് നാള് നമ്മൾ 6 മാസം കഴിഞ്ഞിട്ട് ചെയ്യുള്ളൂ, അപ്പൊ മറന്നു പോകും. അങ്ങനെയല്ല, ദസറന്റെ ഇതല്ല, ദസറല്ല, ഹോലിയല്ലേ ഇത്. അപ്പൊ ദസറ വീഡിയോ വിട്. ഇനിയിപ്പോ അതിന്റെ ടൈം പോയി കഴിഞ്ഞു. അശ്വിൻ്റെ ഏതായിരുന്നു? ബനാന. ബനാനയോ? കാഷ്യൂ. ഇത് കാഷ്യൂ. അതവര് ബാക്കി വന്നത് കുറച്ചിങ്ങോട്ട് തയ്ച്ചതായിരിക്കും. 1953 മുതലുള്ളതാണ് ഈ ഒരു ഐസ്ക്രീം കമ്പനിയുടെ ലെഗസി എന്ന് പറയുന്നത്. നമ്മൾ എത്ര വയറ് നിറഞ്ഞിട്ട് വന്നതാണെന്നുണ്ടെങ്കിലും, എത്ര സ്വീറ്റ്സ് കഴിഞ്ഞിട്ട് വന്നതാണെന്നുണ്ടെങ്കിലും, നമ്മൾ ഈ മറൈൻ ഡ്രൈവിലെത്തിയാൽ തീർച്ചയായിട്ടും ഇവിടെ കയറുക എന്നുള്ളത് ഇവിടുത്തെ ഒരു ആചാരം പോലെ എല്ലാവരും അനുഷ്ഠിച്ചുകൊണ്ട് വരുന്ന ഒരു സംഭവമാണ്. കാരണം അത്ര പ്രസിദ്ധമാണ്, അത്ര ടേസ്റ്റിയാണ്, അത്ര വെറൈറ്റീസാണ് ഇവിടെ നിന്ന് നൽകുന്ന ഐസ്ക്രീംസ്. പല ഫ്ലേവറുകളിലുള്ള ഐസ്ക്രീംസ് നമ്മൾ അവിടെ നിന്ന് ട്രൈ ചെയ്തു. ഇവരുടേതായിട്ട് മാത്രം വരുന്ന കുറേ ഫ്ലേവേഴ്സും നമുക്കവിടെ അവൈലബിൾ ആണ്. അത് പല കോമ്പിനേഷനിലും, പല ഫ്ലേവറുകളുടെ കോമ്പിനേഷനിലും ലഭിക്കുന്നത് വളരെ പുതിയ ഒരു അനുഭവമായിട്ട് തന്നെ തോന്നി. നമ്മൾ ക്യാമറ ആയിട്ട് വരുന്നത് കണ്ടപ്പോൾ തന്നെ അവർ പറഞ്ഞു ഇവിടെ വീഡിയോ പിടിക്കാൻ പറ്റില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ അകത്തെ വീഡിയോസൊന്നും കൂടുതലായിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റായിരുന്നത്. നമ്മളുടെ വ്ളോഗിങ് യാത്രകളിൽ പലപ്പോഴും നമുക്ക് ഇത്തരം അനുഭവങ്ങൾ നേരിടാറുണ്ട്. പലരും നമ്മളോട് വീഡിയോ പിടിക്കരുത് എന്ന് ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മൾ ആ നിമിഷം തന്നെ ക്യാമറ ഓഫ് ചെയ്യാറുണ്ട്. ഫുഡടിയും ഐസ്ക്രീം തീറ്റയും ഒക്കെ കഴിഞ്ഞ് നമ്മൾ നടന്ന് മറൈൻ ഡ്രൈവിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളിങ്ങനെ അകലെ കാണുന്ന ആ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ വിമാനത്തിൻ്റെ ആ പിന്നിലെ ആ റഡാറിൻ്റെ അല്ലെങ്കിൽ ആ പിന്നിലെ ചിറക് പോലെ ഇരിക്കുന്ന സംഭവമൊക്കെ വെച്ചിരിക്കുന്ന ആ ബിൽഡിംഗ് ആണ് എയർ ഇന്ത്യയുടെ ബിൽഡിങ്. നമ്മളുടെ മുൻപത്തെ വീഡിയോസ്, അതായത് ഷാറൂഖിൻ്റെ മന്നത്ത് വീട്, ഹാജി അലി ദർഗ, ഹോളി സെലിബ്രേഷൻ, കമല നെഹ്റു പാർക്ക്, അതിലെ ബൂട്ട് ഹൗസ്, ഹാങ്ങിങ് ഗാർഡൻ, പ്രമോദ് നവൽക്കർ വ്യൂവിംഗ് ഗാലറി, ഫ്ലോറ ഫൗണ്ടൻ എന്നീ വീഡിയോസൊക്കെ നമ്മളുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ വിസിറ്റ് ചെയ്ത് വീഡിയോസ് കണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. സൺസെറ്റ് കടപ്പുറത്തിരുന്ന് കണ്ട് സൂര്യനെ കടൽ വിഴുങ്ങുന്ന ആ മനോഹരമായ കാഴ്ച പണ്ട് ഒരുപാട് നാൾക്ക് മുമ്പ് കോവളത്ത് പോയപ്പോൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും അടുത്തൊന്നും നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ സൺസെറ്റ് ടൈം നോക്കി തന്നെ ഈ മറൈൻ ഡ്രൈവിലേക്ക് എത്തിയത്. മറൈൻ ഡ്രൈവിനെ പറ്റി കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മുംബൈ നഗരത്തിലെ പ്രശസ്തമായ ഒരു കടലോര വീതിയാണ് മറൈൻ ഡ്രൈവ്. ദക്ഷിണ മുംബൈയിൽ നരിമാൻ പോയിൻ്റ് മുതൽ മലബാർ ഹിൽ വരെ സി ആകൃതിയിൽ കടലിൻ്റെ അരികു ചേർന്ന് ഈ റോഡ് വളഞ്ഞു കിടക്കുന്നു. രാത്രിയിൽ മറൈൻ ഡ്രൈവിലെ തെരുവ് വിളക്കുകൾ ഒരു ഹാരത്തെ ഓർമ്മിപ്പിക്കുന്നതിനാൽ ക്വീൻസ് നെക്ലേസ് എന്ന പേരിലും ഈ റോഡ് അറിയപ്പെടുന്നു. ഈ റോഡിൻ്റെ ഔദ്യോഗിക നാമം നേതാജി സുഭാഷ് ചന്ദ്രബോസ് മാർഗ് എന്നാണ്. ഏകദേശം 3.5 കിലോമീറ്ററാണ് ഈ റോഡിൻ്റെ നീളം. ബഗോജി സേഠ് കീർ
പല്ലോഞ്ചി മിസ്ത്രി എന്നിവരാണ് ഇത് നിർമ്മിച്ചത്. ബാക്ക് ബേ എന്ന ചെറിയ ഉൾക്കടലിൻ്റെ അരികിലൂടെയാണ് ഈ റോഡിൻ്റെ നിർമ്മിതി. റോഡരികിലായി വീതിയേറിയ ഒരു നടപ്പാതയുണ്ട്. അരികിൽ വരിയായി നട്ടുവളർത്തിയ പനമരങ്ങളും ഈ വീതിക്ക് മോടി കൂട്ടുന്നു. മറൈൻ ഡ്രൈവിൻ്റെ വടക്കേ അറ്റത്തായാണ് ഗീർഗാവ് ചൗപ്പട്ടി എന്നറിയപ്പെടുന്ന തിരക്കേറിയ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന സൺസെറ്റാണ് നമുക്ക് മുന്നിലിപ്പോൾ ദൃശ്യമാകുന്നത്. ഈ ഒരു മൊമെൻറ്റിൽ നിന്ന് നിസാര സെക്കൻഡുകൾ കൊണ്ടാണ് സൂര്യൻ കടലിലേക്ക് ആഴ്ന്നു പോകുന്നതായിട്ട് നമുക്ക് കാണപ്പെടുന്നത്. എല്ലാ കോസ്റ്റൽ സൈഡിലും ലഭിക്കുന്ന പോലെ തന്നെ നല്ല തണുത്ത കാറ്റ് എപ്പോഴും ഇവിടെ ലഭിക്കുന്നത് കൊണ്ട് എത്ര വെയിലത്ത് വന്നിരുന്നാൽ പോലും നമുക്ക് ആ ഒരു ചൂട് ഒട്ടും അനുഭവപ്പെടുകയില്ല. നമ്മൾ ഈ മറൈൻ ഡ്രൈവിലേക്ക് വന്നപ്പോൾ അങ്ങ് ദൂരെ അമ്പരചുംബിയായിട്ട് നിൽക്കുന്ന എയർ ഇന്ത്യയുടെ ബിൽഡിംഗ് ഒക്കെ കാണിച്ചു തന്നില്ലേ, ആ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത്. അവിടെ ഇരുന്നാണ് നമ്മൾ കടൽ വീക്ഷിക്കുന്നത്. നമുക്ക് തൊട്ട് മുന്നിൽ ഇരിക്കുന്നതിന് തൊട്ട് മുന്നിലായിട്ട് കടലാക്രമണമൊക്കെ തടയാൻ വേണ്ടി ടെട്രാപോഡുകൾ കൊണ്ടൊക്കെ നല്ലൊരു സംരക്ഷണ കവചം തന്നെ തീർത്തിട്ടുണ്ട്. കടലിൽ മുങ്ങിപ്പോയ സൂര്യൻ നാളെ ഇനി തിരിച്ചു വന്നില്ലെങ്കിൽ എന്തു ചെയ്യും മല്ലയ്യ എന്നുള്ള ഒരു ചോദ്യവും എൻ്റെ മനസ്സിൽ ഉയർന്നു. അങ്ങനെ നമ്മുടെ സൂര്യൻ പൂർണ്ണമായിട്ടും കടലിലേക്ക് താണുപോയിരിക്കുകയാണ് ഗൈസ്. നരിമാൻ പോയിന്റിനെ പറ്റി വിക്കിപീഡിയ പറയുന്നത് എന്താണെന്ന് നോക്കാം. മുംബൈ നഗരത്തിൻ്റെ തെക്കേ മുനമ്പിനടുത്തുള്ള ഒരു സ്ഥലമാണ് നരിമാൻ പോയിന്റ്. ഒരു വാണിജ്യ കേന്ദ്രമായ നരിമാൻ പോയിന്റിലാണ് എയർ ഇന്ത്യ അടക്കമുള്ള പല പ്രമുഖ സ്ഥാപനങ്ങളുടെയും ആസ്ഥാനം. കെട്ടിട വാടകയുടെ കാര്യത്തിൽ ഒരിക്കൽ ലോകത്ത് തന്നെ 4ാം സ്ഥാനത്ത് തന്നെയായിരുന്നു നരിമാൻ പോയിന്റ്. 2017 ഇത് 30ാം സ്ഥാനത്തേക്ക് താഴ്ന്നിട്ടുണ്ട്. ലോകത്തിൽ തന്നെ 4ാം സ്ഥാനം എന്ന് കേൾക്കുമ്പോൾ എത്ര വിലയായിരുന്നു ആ ഒരു സമയത്ത് മുംബൈയുടെ ഈ മണ്ണിന് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഊഹിക്കുന്നതിനും അപ്പുറമാണ്. 1940 മുമ്പ് ഈ ഭാഗത്ത് അറബിക്കടലായിരുന്നു. അഭിഭാഷകനും കോൺഗ്രസ് നേതാവുമായ ഖുർഷീദ് ഫ്രാംജി നരിമാൻ എന്ന കോർപ്പറേറ്റർ മുൻകൈ എടുത്ത് ബാക്ക് ബേ എന്നറിയപ്പെടുന്ന ഉൾക്കടലിൻ്റെ ഒരു ഭാഗം നികത്തി ഈ പ്രദേശം വികസിപ്പിച്ചെടുക്കുകയാണ് ഉണ്ടായത്. ആഴം കുറഞ്ഞ ഈ ഭാഗം നികത്തുന്നതിനായി നഗരത്തിൻ്റെ നാനാഭാഗത്തു നിന്നുമുള്ള അവശിഷ്ടങ്ങൾ ഉപയോഗിക്കുകയുണ്ടായി. നികത്തിയ സ്ഥലത്തിൻ്റെ ഉറപ്പിനായി കോൺക്രീറ്റും ഉപയോഗിക്കപ്പെട്ടു. 2ാം ലോക മഹായുദ്ധം കാരണം കോൺക്രീറ്റിന് വേണ്ട ഉരുക്ക് കരിഞ്ചന്തയിൽ നിന്നും ഏറെ വില കൊടുത്താണ് വാങ്ങേണ്ടി വന്നത്. വീർ നരിമാൻ എന്നറിയപ്പെട്ട ഖുർഷീദ് ഫ്രാംജി നരിമാൻ്റെ ആദരാർത്ഥമാണ് ഈ സ്ഥലത്തിന് നരിമാൻ പോയിന്റ് എന്ന പേര് നൽകിയത്. അപ്പോൾ യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ സ്ഥലങ്ങൾ കാണിച്ചു തരാനും നമ്മളെ അക്കോമഡേറ്റ് ചെയ്യാനും മനസ്സ് കാണിച്ച നമ്മുടെ സുഹൃത്ത് അശ്വിൻ വെങ്കാര സോമനും അദ്ദേഹത്തിൻ്റെ പ്രിയതമ ഷിനിക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. നമ്മളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അഥവാ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിലൂടെയും അറിയിക്കുക. അപ്പോൾ ഇതിലും മനോഹരമായ മറ്റൊരു വിശേഷവുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.